എന്താ മോളെ? ആ ചായ കുടിക്കും മക്കള്. രാവിലെ തൊട്ട് കുടിവെള്ളം ഇറക്കാണ്ടിരിക്കല്ലേ. ഞാനേ കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കി തരാം. ഇനി എന്താ ജീവൻ രാജിന്റെ പ്ലാൻ? നിങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ ഇപ്പൊ തടസ്സമൊന്നുമില്ല. പ്രായപൂർത്തിയായി നിങ്ങൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്ന് പോലീസ് പറഞ്ഞല്ലോ. പക്ഷേ നന്നായി ആലോചിച്ച് ഇനി എന്ത് തീരുമാനം എടുക്കാവൂ. എടുത്തു ചാടി ഒരുമിച്ചൊരു ജീവിതം ആരംഭിച്ചാൽ പല പ്രതിസന്ധികളും തരണം ചെയ്യേണ്ടി വരും. ഇനി മുതൽ നിങ്ങൾക്ക് ബന്ധുക്കളുടെ ഭാഗത്തൊന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല. അത് പോലീസ് നോക്കിക്കോളൂ. പക്ഷേ നിങ്ങളുടെ കുടുംബമായിട്ട് ബന്ധപ്പെട്ട ആരിൽ നിന്നും ഇനി ഒരു സപ്പോർട്ട് ഉണ്ടാവില്ല എന്ന് കൂടി നിങ്ങൾ ആലോചിക്കണം. നീ വീണ്ടും പിള്ളേരെ പറഞ്ഞ് പേടിപ്പിക്കുകയാണോ ഇന്ദിര? അല്ല, ഇവരെത്രയും ത്യാഗം സഹിച്ചത് ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടിയല്ലേ? രണ്ടുപേർക്കും ആവശ്യത്തിന് പഠിപ്പും വിവരവും ആരോഗ്യവും ഒക്കെ ഉണ്ട്. ഇവർക്ക് എവിടെ പോയാലും ജീവിക്കാൻ ഒരു പ്രയാസവും ഉണ്ടാവില്ല. ഇന്ദ്രന് ഇവരോട് പിരിഞ്ഞു പോകാനല്ല പറഞ്ഞത്, നല്ല പ്ലാനിങ്ങോടുകൂടി മുന്നോട്ട് പോകണമെന്നാ. ഒരു കുടുംബം എന്ന രീതിയിൽ ഒതുങ്ങിപ്പോയാ രണ്ടുപേർക്കും ഭാവിയിൽ ഒന്നും ആകാൻ കഴിയില്ല. ആ അത് ശരിയാ. ഈ ചോരത്തിളപ്പില് രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയാലേ ഭാവിയെക്കുറിച്ചൊന്നും ഒരു ബോധം ഉണ്ടാവില്ല. അവസാനം ബോധം തെളിയുന്നതേ ഈ കൊച്ചിന് വയറ്റിലുണ്ടായിന്ന് അറിയുമ്പോഴായിരിക്കും. അല്ല, നാളൊരബദ്ധം പറ്റണ്ടെന്ന് കരുതി ഞാൻ പച്ചക്കങ്ങെല്ലാം പറഞ്ഞതേ ഉള്ളൂ. സൂക്ഷിച്ചാ ദുഃഖിക്കേണ്ടല്ലോ. ആ അത് തന്നെ എനിക്കും കുഞ്ഞുമ്മയോട് പറയാനുള്ളത്. ഞങ്ങള് കാര്യമായിട്ട് സംസാരിക്കുന്നിടത്ത് വന്ന് ഇത്തരം അഭിപ്രായങ്ങൾ വിളിച്ചു പറയുന്നതേ ഇനി സൂക്ഷിച്ചു വേണം. ദേ, നിങ്ങൾ പോയി ഇവർക്ക് കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചേ. ചെല്ല്. മനസ്സിലായി. ജോലിക്കാരി ജോലിക്കാരിയുടെ സ്ഥാനത്ത് നിന്നാ മതിയെന്ന് അല്ലേ? തൽക്കാലം ഞാനതിന് മറുപടി പറയുന്നില്ല. അല്ല, നിങ്ങളുടെ ചർച്ച നടക്കട്ടെ. ഇനി ആർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കാതെ മുന്നോട്ട് പോകണമെന്ന് ഞങ്ങളുടെ ആഗ്രഹം. സ്വയം മറന്ന് ജീവിച്ച് ഒരിക്കലും ഞങ്ങൾ ഞങ്ങളുടെ ലൈഫ് കുളവാക്കുന്നില്ല. എതിർത്തവരുടെയൊക്കെ മുമ്പിൽ തലയോർത്ത് നിൽക്കാവുന്നൊരു പൊസിഷനിലേക്ക് ഞങ്ങൾ എത്തിയിരിക്കും. എൻ്റെ ഫ്രണ്ട്സ് ഉടനെ ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാൻ വരും. ബാക്കി കാര്യങ്ങളൊക്കെ തുരുത്തിലെത്തിയതിനു ശേഷം ആലോചിച്ച് തീരുമാനിക്കാമെന്നാണ് വിചാരിക്കുന്നത്. മഞ്ചാടിയെ വീണ്ടും നീ തുരുത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോവാണോ? ദേ, മണ്ടത്തിലൊന്നും കാണിക്കില്ലേ ജീവ. പോലീസ് സ്റ്റേഷനിൽ വെച്ചേ അനന്തമാഷയെ നിങ്ങളെ തുറന്നു വിടാൻ പറഞ്ഞിട്ടുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ പുറത്തൊരു അവസരത്തിന് വേണ്ടി കാത്തു നിൽക്കുക. ഇപ്പോഴും അവരുടെ കൈവാക്കിന് നിങ്ങളെ കിട്ടിയ രണ്ടുപേരെയും രണ്ട് ദൂരത്തിലേക്ക് അവർ മാറ്റിയിരിക്കും. അത് ശരിയാ. ഇപ്പോഴും അവരുടെ കണ്ണില് നിങ്ങൾ ഒന്നല്ല, രണ്ട് വ്യക്തികൾ തന്നെ. അതെ, നിങ്ങൾ മാറ്റിയെടുക്കണം. നിങ്ങൾ ഒന്നാണെന്നുള്ളതിന് തെളിവുണ്ടാക്കണം. അതെ, ആ 4 ആൾ അറിയെ തന്നെ നിങ്ങൾ രണ്ടുപേരും താലി കെട്ടി വിവാഹിതരാകണം. അതിനുശേഷമേ നിങ്ങൾ ഇനി പുറത്തിറങ്ങാൻ പാടുള്ളൂ. അല്ലെങ്കിലേ നമ്മൾ ഇതുവരെ ചെയ്തതൊക്കെ വെറുതെയാവും. അതൊക്കെ ഇവര് മാത്രം വിചാരിച്ചാൽ നടക്കുന്ന കാര്യമാണോ അമ്മേ? തുരുത്തിലുള്ളവർ തന്നെ ഇവരുടെ താലികെട്ട് നടത്തി കൊടുക്കുമായിരിക്കും. നമ്മൾ ഇവരെ സുരക്ഷിതമായിട്ട് അവിടെ എത്തിച്ചാ പോരെ? അതുകൊണ്ടൊന്നും ഒരു കാര്യവും ഇന്ദ്ര. ജീവൻ രാജിന്റെയും മഞ്ചാടിയുടെയും ബന്ധുക്കളുടെ മൂക്കിൻ തുമ്പത്ത് വെച്ച് അവരുടെ കല്യാണം നടത്തണം. എങ്കിലേ നാട്ടു നടപ്പ് മാനിച്ചെങ്കിലും അവരിവരെ ഭാര്യ ഭർത്താക്കന്മാരായി അംഗീകരിക്കാൻ പോകുന്നുള്ളൂ. ഇവര് പിന്നെ ഇനി എങ്ങനെ ജീവിക്കുന്നുള്ളത് വേറെ കാര്യം. പക്ഷെ ഇവർക്ക് ഇനി ഒരുമിച്ച് മുമ്പോട്ട് പോകണമെങ്കിൽ ഒരു താലിയുടെ ബലം ഉണ്ടായേ തീരൂ. നിങ്ങളെല്ലാരും പറഞ്ഞത് ശരിയാ. ആരുടെയും മുന്നിൽ ചോദ്യം ചെയ്യപ്പെടാതെ ഞങ്ങൾക്കിനി മുന്നോട്ട് പോകാൻ കഴിയണമെങ്കിൽ അതേ വഴിയുള്ളൂ. ഞങ്ങളുടെ താലികെട്ട് ആന്റിക്ക് നടത്തി തരാൻ പറ്റും. അതിനുള്ള നന്ദിയും കടപ്പാടും എന്നും ഞങ്ങൾക്ക് ആന്റിയോടുണ്ടാവും. അയ്യോ, എനിക്ക് തിരിച്ചൊന്നും വേണ്ട മഞ്ചാടി. ദൈവമായിട്ട് നിങ്ങളെ എന്റെ മുമ്പിൽ എത്തിച്ചത് ഒരു നിയോഗമായിട്ടാ ഞാൻ കാണുന്നത്. അതുകൊണ്ട്
ഈ സുശീല ഒരിക്കലും പാതി വഴിയിൽ നിങ്ങളെ ഉപേക്ഷിച്ചു പോവില്ല. രണ്ട് ദിവസത്തിനകം ഈ നാട് മുഴുവൻ അറിയേ നിങ്ങളുടെ താലികെട്ട് ചടങ്ങ് ഞാൻ നടത്തിത്തരും. എന്തു വില കൊടുത്തും ഞാൻ നടത്തിത്തരും. ഇനി എന്ത് പറഞ്ഞിട്ടെന്താ? അവർക്ക് അവരുടെ വഴി തിരഞ്ഞെടുക്കാനല്ലേ പറ്റുള്ളൂ. അതിന്റെ ഇടയിലേക്ക് ആ സുശീലാന്റി വന്ന് പെട്ടതാ പുതിയ പ്രശ്നം. അവരിനി മഞ്ചാടിയും ജീവൻ രാജനെയും വെച്ച് എന്തൊക്കെ കളി കളിക്കുമെന്ന് ഇനി ദൈവത്തിനെ അറിയൂ. അവരെന്ത് ചെയ്യാനാ? രണ്ടുപേരെ വീട്ടിൽ കൊണ്ടുപോയി സംരക്ഷിക്കാനൊന്നും അവർക്ക് പറ്റില്ലല്ലോ. അതൊന്നും പറ്റില്ല. പക്ഷേ ആ സ്ത്രീയെ വളരെ സൂക്ഷിക്കണം. അയ്യോ, മോൻ ഉണർന്നോന്ന് തോന്നുന്നു ശബരേട്ട. ഞാനൊന്ന് പോയി നോക്കട്ടെ. നീ ഒന്ന് ചെല്ല്. നീ എവിടെ ഇരുന്നോതേ? ഇപ്പൊ വന്നല്ലേ ഉള്ളൂ. മോന് ഞാൻ പാല് കൊടുത്തോളാം. അനദേടത്തി ഉള്ളത് ഭാഗ്യം. അല്ലെങ്കിൽ നീ മോനെ എടുത്തോണ്ട് എല്ലാത്തിനും ഓടേണ്ടി വന്നേനെ. അത് ശരിയാ. ഉണ്ണിക്കുട്ടനിപ്പോ രണ്ടമ്മമാരാണല്ലോ. ദയയില്ലെങ്കിൽ അനിത, അനിതയില്ലെങ്കിൽ ദയ. അതുകൊണ്ട് ശബരിക്ക ഏറ്റവും ഗുണം. ഒന്നിനൊരു കുറവില്ലാതെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി അങ്ങ് നടക്കുന്നുണ്ടല്ലോ. അല്ല, ബാക്കിയുള്ളവരുടെ കാര്യ കഷ്ടം. അല്ല, ഈ വീട് നോക്കാപ്പോ പെണ്ണുങ്ങളില്ല. വാസന്തിയും ബിസിനസ്സുകാരിയായല്ലോ. എടേ ധനഞ്ജയം പിള്ളേ, വീട് പെണ്ണുങ്ങൾ തന്നെ നോക്കണമെന്നുണ്ടോ? ആണുങ്ങൾക്കുമാകാം. അതിനിതെന്റെ സ്വന്തം വീടല്ലല്ലോ അച്ഛാ. ഞാൻ എന്തിലെങ്കിലും ഇടപെട്ട അതിന് കുറ്റം കാണാനും ആൾക്കാരുണ്ടാവും. അളിയന്റെ ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. വാസന്തി ചേച്ചിയുടെ ഇഷ്ടത്തിന് പുതിയൊരു സംരംഭത്തിൽ പോയി തലവെച്ചു. ചേച്ചി രാവിലെ പോയാൽ തിരിച്ചു വരാൻ ചിലപ്പോൾ രാത്രിയാവും. അതിന്റെ ദേഷ്യം ബാക്കിയുള്ളവരോട് കാണിച്ചിട്ട് എന്താ കാര്യം? അളിയൻ ഇഷ്ടമില്ലാത്തൊരു കാര്യം അളിയനെ ചേച്ചിയോട് തുറന്നു പറഞ്ഞൂടെ? അതെങ്ങനെ? ധനേട്ടന് വാസന്തി ചേച്ചിയെ പേടിയില്ല. കഷ്ടം. ഇവിടെ എല്ലാവരും ഭാര്യമാരെ പേടിച്ച് തന്നെ ജീവിക്കുന്നത്. അല്ല, നിന്നോട് വിട്ടുവീഴ്ച ചെയ്തില്ലെങ്കിൽ ശബരിക്ക് ഇവിടെ സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റുമോ? എന്റെ പ്രശ്നം അതൊന്നുമല്ല. ഈ വീട്ടിലെപ്പോഴേ കൃത്യസമയത്ത് ആഹാരം തരാൻ പോലും ആരുമില്ലെന്നുള്ള അവസ്ഥയാ. നിങ്ങൾ പെണ്ണുങ്ങൾ ഉണ്ടാക്കി വെച്ച് പോകുന്ന ആഹാരം അടുക്കളയിൽ കയറി എനിക്കെടുത്ത് കഴിക്കാൻ പറ്റുമോ?